നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകി കരവ്യോമ നാവികസേനയുടെ സംയുക്ത വാർത്താ സമ്മേളനം. വൈസ് അഡ്മിറൽ എൻ പ്രമോദ്, ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ്, എയർ മാർഷൽ AK ഭാരതി, മേജർ ജനറൽ SS ഷർദ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ പോരാട്ടം തീവ്രവാദികൾക്കെതിരെ മാത്രമാണെന്നും വീണ്ടും സൈന്യം വ്യക്തമാക്കി. പാകിസ്ഥാൻ ഭീകരർക്കൊപ്പം നിലകൊണ്ട് ഇന്ത്യയുടെ കോപത്തിന്റെ ചൂട് ഏറ്റുവാങ്ങിയായിരുന്നു. കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയെന്നും സംയുക്ത സേന സ്ഥിരീകരിച്ചു. ഭീകരർക്കൊപ്പം നിൽക്കണമെന്നും അത് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമാണെന്നും പാക് സൈന്യം തീരുമാനിച്ചു. ഇതോടെയാണ് ഇന്ത്യ പാക് സൈന്യത്തിന് ശക്തമായ മറുപടി നൽകിയത്. ഇന്ത്യ ആകാശ സിസ്റ്റം അടക്കമുള്ളവ ഉപയോഗിച്ചു. പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈലുകൾ ലക്ഷ്യം കണ്ടില്ല. അവയുടെ അവശിഷ്ടം നമ്മുടെ കൈവശമുണ്ട്. തകർന്ന പാകിസ്ഥാൻ വിമാനങ്ങളുടെ ചിത്രങ്ങളും വാർത്താ സമ്മേളനത്തിൽ സൈന്യം പുറത്തുവിട്ടു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നടപടി പാകിസ്ഥാൻ സൈന്യം അവർക്കെതിരായി കണ്ടു. പാകിസ്ഥാനുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും ഉത്തരവാദി അവരുടെ സൈന്യം മാത്രമാണെന്നും മാർഷൽ AK ഭാരതി വിശദീകരിച്ചു. ഭാവിയിലെ ഏത് പ്രകോപനവും നേരിടാൻ നമ്മുടെ സൈന്യം സജ്ജമാണ്. ഇന്ത്യയിലെ സിവിലിയൻ നാശം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുറയ്ക്കാൻ സാധിച്ചു. മികച്ച സാങ്കേതിക വിദ്യയും ഉദ്യോഗസ്ഥരുമായിരുന്നു വ്യോമ പ്രതിരോധത്തിന്റെ കരുത്ത്. ചൈനീസ് നിർമ്മിത മിസൈൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു. ഈ മിസൈൽ ഇന്ത്യ തകർത്തെന്നും എയർ മാർഷൽ AK ഭാരതി പറഞ്ഞു. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രമായ നൂർഖാൻ സൈനിക കേന്ദ്ര ആക്രമണത്തിന്റെ വീഡിയോയും സൈന്യം പ്രദർശിപ്പിച്ചു. തകർത്ത പാക് ആയുധങ്ങളുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് നേരെ തൊടുത്ത ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകൾ ഇന്ത്യ ഛിന്നഭിന്നമാക്കി. സ്വയം നിയന്ത്രിത വ്യോമായുധങ്ങളും പാക് സൈന്യം പ്രയോഗിച്ചിരുന്നു. തോളിൽ വെച്ച് തൊടുക്കാവുന്ന മോർട്ടാറുകൾ കൊണ്ടുവരെയാണ് ഇന്ത്യൻ സൈനികർ അവ വെടിവെച്ചിട്ടത്. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈലും മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റവും ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാൻ നീക്കങ്ങളെ തകർത്തെന്നും മാർഷൽ AK ഭാരതി വിശദീകരിച്ചു. പാകിസ്ഥാനിലെ നൂർഖാൻ, റഹീം യാർ ഖാൻ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതിന്റെ വീഡിയോയും സൈന്യം പുറത്തുവിട്ടു. നൂർഖാൻ വിമാനത്താവളം പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് 10 മുതൽ 15 കിലോമീറ്റർ അകലെയാണ്. റഹീം യാർ ഖാൻ വ്യോമത്താവളം രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ്. പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകൾ തുർക്കി നിർമ്മിതമാണെന്നും സേന വ്യക്തമാക്കി. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് മതിൽ പോലെ പ്രവർത്തിച്ചുവെന്നും അതിനെ തകർക്കാൻ പാക് ആക്രമണങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ലക്ഷ്യത്തെ അടിമുടി തകർത്തു കളഞ്ഞു. 3 സേനകളും ഒരുമിച്ചാണ് വ്യോമാക്രമണങ്ങളെ സംയുക്തമായി നേരിട്ടത്. പലതലങ്ങളിലുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഉപയോഗിച്ചു. ഹാർഡ് കിൽ വ്യോമ പ്രതിരോധം ഉപയോഗിച്ചും പാക് ലക്ഷ്യം തകർത്തു. ലോ ലെവൽ എയർ ഡിഫൻസ് തോക്കുകൾ, ഷോൾഡർ ഫയർഡ് മാൻ പാർട്സ്, ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചു. ലോങ് റേഞ്ച് റോക്കറ്റുകളും തകർത്തു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളിലേറെയും ചൈനീസ് നിർമ്മിതമാണെന്നും വൈസ് അഡ്മിറൽ AN പ്രമോദ് വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധം തകർക്കാൻ ഒരു ഘട്ടത്തിലും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യത്തിനുണ്ടായത് ഏറ്റവും കുറഞ്ഞ നഷ്ടം മാത്രമാണ്. 3 സേനാ വിഭാഗങ്ങളും അങ്ങേയറ്റം ഒത്തിണക്കത്തോടെ സൈനിക നടപടിയിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ BSFും വലിയ പങ്ക് വഹിച്ചു. ശത്രുവിന്റെ കപ്പലിനടുത്തെത്താൻ അവസരം നൽകിയില്ല. വ്യോമ മേഖല ഉൾപ്പെടെയുള്ള തുടർച്ചയായ നിരീക്ഷണം സ്ഥിരപ്പെടുത്തുന്നതിനാണ് സമുദ്രസേനയെ ഉപയോഗിച്ചത്. നാവികസേനയ്ക്ക് വായു, ഉപരിതല ഭീഷണികൾ ഒരേ സമയം കണ്ടെത്താനും കഴിഞ്ഞു. സമുദ്രസേനയ്ക്ക് തുടർച്ചയായ നിരീക്ഷണം ഉറപ്പാക്കാനും സാധിച്ചു. തങ്ങൾ പരമാവധി റഡാറുകൾ ഉപയോഗിക്കുകയും ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ എല്ലാം പറക്കുന്ന വസ്തുക്കളെ നിരീക്ഷിക്കുകയും ചെയ്തുവെന്നും വൈസ് അഡ്മിറൽ AN പ്രമോദ് വ്യക്തമാക്കി.